പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. സ്ലീബാ കാലത്തെ രണ്ടാം ഞായർ പുനരൈക്യ വാർഷിക ആഘോഷങ്ങൾക്ക് ശേഷം പ്രാദേശിക ഇടവക സമൂഹത്തിൽ വിശുദ്ധ സമ്മേളനത്തിനായി ഒന്നിച്ചുകൂടുന്ന നമ്മൾ സഭാഐക്യ ദൗത്യവാഹകരാണെന്നുള്ളത് മറക്കരുത്. സഭകളുടെ ഐക്യം മലങ്കര മക്കളുടെ പ്രത്യേക ദൗത്യമാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവീൻ, ഫരീസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെപ്പറ്റി അല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരീസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരീസയരുടെയും സദൂക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. ഫരീസയരുടെയും സദൂക്കായരുടെയും പുളിമാവ് എന്നറിയപ്പെടുന്ന ഈ സുവിശേഷ ഭാഗത്ത് യേശു ഫരീസയരുടെ പ്രബോധനങ്ങളെ തള്ളിക്കളഞ്ഞ് സ്വന്തം പ്രബോധന അധികാരത്തെ സ്ഥാപിക്കുന്നു. മർക്കോസ് സുവിശേഷകൻ സദൂക്കായരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് പറയുന്നു. മർക്കോസ് 8-ാം അധ്യായം 15-ാം തിരുവചനം. മത്തായി സുവിശേഷകൻ്റെ വിവരണത്തിൽ ഹെറോദേസിനെ കുറിച്ചുള്ള പരാമർശമില്ല. 2 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത്. 1, ശിഷ്യരുടെ മറവി. 2, ഫരീസേയ പ്രബോധനങ്ങൾക്കെതിരെയുള്ള യേശുവിൻ്റെ മുന്നറിയിപ്പ്. ഗോതമ്പ്, ചോളം, ബാർലി എന്നിവ കൊണ്ടുണ്ടാക്കിയ അപ്പമാണ് യഹൂദജനം ഉപയോഗിച്ചിരുന്നത്. സാധാരണ പുളിപ്പിച്ചാണ് അപ്പമുണ്ടാക്കിയിരുന്നത്. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കിയിരുന്നു. കല്ലിലോ വറചട്ടിയിലോ അടുപ്പിലോ ചുട്ടെടുത്ത അപ്പം കല്ല് രൂപത്തിലോ ഉരുണ്ടതോ വൃത്താകൃതിയിലോ പരന്നതോ ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14-ാം തിരുവചനം. യാത്രാമധ്യേ അപ്പമെടുക്കാൻ ആരും മറന്നിരുന്നില്ല. എന്നാൽ ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ യാത്രാമധ്യേ അപ്പമെടുക്കാൻ മറന്നിരുന്നു. ശ്രദ്ധിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ദൈവവചനത്തിലേക്ക്, ദൈവരാജ്യ പ്രബോധനത്തിലേക്ക് യാത്രികരായ ശിഷ്യരുടെ ശ്രദ്ധ ക്ഷണിച്ചു. ഓരോ യാത്രയും വഴിയോര കാഴ്ചകളിൽ രമിക്കുന്നതാണ്. ഫരീസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവരാജ്യ പ്രബോധകരായ ക്രിസ്തു ശിഷ്യർ കാലാകാലങ്ങളിൽ പൊട്ടിമുളയ്ക്കുന്നതും പ്രചാരം നേടുന്നതും ഒറ്റ നോട്ടത്തിൽ വലിയ ആകർഷണീയത തോന്നിപ്പിക്കുന്നതുമായ
പലവിധ പ്രബോധനങ്ങളെക്കുറിച്ച് അറിവുള്ളവരും സൂക്ഷ്മതയുള്ളവരുമായിരിക്കണം. പ്രബോധനങ്ങൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതാകരുതെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. മാധ്യമങ്ങൾ വിപ്ലവം സൃഷ്ടിക്കുന്ന ഈ യുഗം അബദ്ധ പ്രബോധനങ്ങളുടെ സംലഭ്യത സുലഭമാക്കുക മാത്രമല്ല, വീടിൻ്റെ അകത്തളങ്ങളിൽ അതിവേഗം എത്തിക്കുന്നു. ഇത് വളരെ അപകടകരമായ സാഹചര്യമാണ്. ഇതിനെക്കുറിച്ച് ക്രിസ്തു ശിഷ്യർ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അബദ്ധ പ്രബോധനങ്ങൾ ദൈവവചന പ്രബോധനങ്ങളെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് അതിവേഗം ഉന്മൂലനം ചെയ്യും. അബദ്ധ പ്രബോധനങ്ങൾക്ക് ആകർഷണീയത വളരെ കൂടുതലാണ്. വഴിയോര കാഴ്ചകൾ പോലെ നാം അറിയാതെ അവ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സ്ഥാനം പിടിച്ച് പതിയെ നമ്മളെ വിഴുങ്ങും. സത്യസഭയെ ഭിന്നിപ്പിക്കാവുന്നതും ക്ഷയിപ്പിക്കാവുന്നതുമായ ക്രീഡങ്ങളാണ് അബദ്ധ പ്രബോധനങ്ങൾ. പക്ഷേ അവയ്ക്ക് സഭയെ നശിപ്പിക്കാനാവില്ല എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. ഉള്ളിൽ കടന്നുകൂടി വളരെ വേഗം പ്രവർത്തന സജ്ജമായി ഒരുവൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും പരിവർത്തന വിധേയമാക്കുന്ന ഒന്നിൻ്റെ പ്രതീകമാണ് പുളിമാവ്. സ്വർഗരാജ്യത്തെ യേശു പുളിമാവിനോട് ഉപമിക്കുന്നുണ്ട്. പുളിമാവിന് നിഷേധാത്മകമായ അർത്ഥവുമുണ്ട്. വീട്ടിൽ നിന്ന് പുളിമാവിൻ്റെ നേരിയ തരി പോലും അരിച്ചു പെറുക്കി മാറ്റുക എന്നത് പെസഹ തിരുനാളിന് മുന്നോടിയായുള്ള ഒരുക്കത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. യേശുവിനെക്കുറിച്ചുള്ള തെറ്റായ പ്രബോധനം ഫരീസയരുടെ പുളിമാവ്, സദൂക്കായരുടെ പുളിമാവ്, ഹെറോദേസിൻ്റെ പുളിമാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇവ അബദ്ധ പ്രബോധനങ്ങളാണ്. യേശു അതിവേഗം അവ തിരിച്ചറിഞ്ഞിരുന്നു, ശിഷ്യരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അബദ്ധ പ്രബോധന പ്രലോഭനങ്ങളിൽ നിന്ന് ക്രിസ്തു ശിഷ്യരെ സംരക്ഷിച്ചിരുന്നു. അപകട സൂചന അവർക്ക് നൽകിയിരുന്നു. വെളിച്ചത്തിൻ്റെ ഗുരുവായ യേശു ഇരുട്ടിൻ്റെ അബദ്ധ പ്രബോധനങ്ങൾക്കെതിരെ പ്രവാചക ശബ്ദം ഉയർത്തിയിരുന്നു. അബദ്ധ പ്രബോധനങ്ങളുമായി കൈകോർത്ത് താൽക്കാലിക ലാഭം കൊയ്യുക യേശുവിൻ്റെ ശൈലിയല്ലായിരുന്നു. ഫരീസയരുടെ പുളിമാവ് എന്ന അബദ്ധ പ്രബോധനം യേശുവിൻ്റെ ശക്തി സാത്താനിൽ നിന്ന് വരുന്നെന്ന് പ്രചരിപ്പിച്ചിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം തിരുവചനം. ഹെറോദോസിൻ്റെ പുളിമാവ് എന്ന അബദ്ധ പ്രബോധനം ഉയർപ്പിക്കപ്പെട്ട സ്നാപക യോഹന്നാനാണ് യേശു എന്ന് പ്രചരിപ്പിച്ചിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. സദൂക്കായരുടെ പുളിമാവ് എന്ന അബദ്ധ പ്രബോധനം പുനരുത്ഥാനത്തെ നിരാകരിക്കുന്നതും മാലാഖമാരുടെയും അരൂപികളുടെയും അസ്തിത്വം നിഷേധിക്കുന്നതുമായിരുന്നു. ഇക്കൂട്ടർ യേശുവിൻ്റെ മെശിഹാത്വവും ദൈവത്വവും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്നത് സ്വർഗരാജ്യത്തിൻ്റെ വ്യാപനത്തിലും അബദ്ധ പ്രബോധനങ്ങളുടെ പ്രചുര പ്രചാരത്തിലും ഒരുപോലെയാണ്. ദൈവവചനമാകുന്ന പുളിമാവ് സ്വർഗരാജ്യത്തെ വളർത്തുന്നു. ഭിന്നതയും അബദ്ധ പ്രബോധനമാകുന്ന പുളിമാവ് ഇടർച്ചയും ഭിന്നതയും നാശവും ഉളവാക്കുന്നു. ക്രിസ്തുമാർഗം സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി തെളിയിക്കുമ്പോൾ അബദ്ധ പ്രബോധനങ്ങൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നു. മനുഷ്യജീവിതം
ഇരുളടഞ്ഞതാക്കി തീർക്കുന്നു. അബദ്ധ പ്രബോധകർ എല്ലാ കാലത്തും അന്ധരായ മാർഗദർശികളാണ്. അവർ ജനത്തെ മുഴുവൻ വഴിതെറ്റിക്കും. ക്രിസ്തു ശിഷ്യർ ഈ വിപത്തിനെതിരെ ജാഗരൂകരായിരിക്കണം. മാധ്യമങ്ങളെ ശരിയായി ഉപയോഗിച്ച് വൈവിധ്യമാർന്ന മാർഗങ്ങളിലൂടെ ദൈവവചനത്തെ ആകർഷണീയമാക്കണം. യേശു നിരന്തരം ഫരീസേയരുടെ നിയമഗ്രന്ഥ വ്യാഖ്യാനത്തിലെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചിരുന്നു. രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ വിഭിന്നത പുലർത്തിയിരുന്ന ഫരീസേയരും ഹെറോദ്യരും യേശുവിനോടുള്ള ശത്രുതയിൽ ഒന്നിച്ചു പോരാടി. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം തിരുവചനം. യേശുവിന് മുഖസ്തുതി പാടി സീസറിനെതിരെ സംസാരിപ്പിക്കുവാനും കുറ്റമാരോപിക്കുവാനും ഫരീസേയരും ഹെറോദ്യരും യേശുവിനെ സമീപിക്കുന്നുണ്ട്. അപൂർവമായി പ്രത്യക്ഷപ്പെടുന്ന സദൂക്കായർ യേശുവിൻ്റെയും ആദിമ ക്രൈസ്തവരുടെയും എതിരാളികളാണ്. തികച്ചും യാഥാസ്ഥിതികരായിരുന്ന സദൂക്കായർ യേശു സുവിശേഷത്തിൻ്റെ വിപ്ലവാത്മക സന്ദേശങ്ങളുടെ ബദ്ധ ശത്രുക്കളായിരുന്നു. യഹൂദ സമൂഹത്തിലെ ഉന്നത ഗണത്തിൽപ്പെട്ട സാദോക്കിൻ്റെ പിൻഗാമികൾ വിശുദ്ധ നഗരത്തിലെ ശ്രേഷ്ഠ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നവരും അതിസമ്പന്നരുമായിരുന്നു. സമൂഹത്തിലെ ഉന്നത സ്ഥാനവും ശ്രേഷ്ഠ സ്ഥാനമാനങ്ങളും അതിസമ്പന്നതയും യേശുവിനെയും സുവിശേഷത്തെയും മറച്ചു വയ്ക്കാനുള്ള ഉപാധികളാക്കരുത്. ഉന്നത പദവികളിലിരുന്ന് സമൂഹത്തിലെ സമ്പന്നരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പിൻബലം നേടിയ സദൂക്കായർ യേശുവിനെതിരെ അബദ്ധ പ്രബോധനങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരുന്നു. അഴിമതിക്കാരായ സദൂക്കായർ സാധാരണ ജനങ്ങളുടെ വെറുപ്പിന് പാത്രമായവരായിരുന്നു. യേശു സാധാരണ ജനത്തോടൊപ്പം സഞ്ചരിച്ച് അവരുടെ അബദ്ധ പ്രബോധനങ്ങളെ പ്രതിരോധിക്കുന്നു. സൂക്ഷ്മബുദ്ധിയോടെ പ്രതികരിക്കുന്ന യേശു സദുക്കായ അബദ്ധ പ്രബോധനങ്ങൾ തെറ്റാണെന്നു സ്ഥാപിക്കുന്നതിന് മാലാഖമാരുണ്ടെന്നും ആത്മാവ് മരണശേഷവും ജീവിക്കുമെന്നും ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും പഠിപ്പിക്കാനായി അവർ സ്വന്തമെന്ന് കരുതിയിരുന്ന പഞ്ചഗ്രന്ഥത്തിൽ നിന്നു തന്നെ ഉദ്ധരിക്കുന്നു. വീരസന്താനം എന്ന പേരിനർത്ഥമുള്ള ഹെറോദേസ് തൻ്റെ സിംഹാസനത്തിനെതിരായി വരുന്ന ഏതു ശത്രുക്കളെയും ഇല്ലാതാക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ടാണ് യേശുവിനെ നശിപ്പിക്കുവാൻ ബേത്ലഹേമിൽ ആയിരക്കണക്കിന് ശിശുക്കളെ കൂട്ടക്കൊല ചെയ്തത്. അധാർമിക വിവാഹത്തെ ചോദ്യം ചെയ്ത സ്നാപയോഹനാനെ വധിച്ചതിലും യേശുവിനെ വധിച്ചതിലും ഹെറോദോസിന് പങ്കുണ്ട്. എന്നിരുന്നാലും യേശുവിൻ്റെ ദൈവരാജ്യ പ്രബോധനങ്ങളെയും മെസ്സിഹാത്വത്തെയും ദൈവത്വത്തെയും ചെറുക്കുന്നതിന് ഹെറോദേസ് പുളിമാവ് എന്ന അബദ്ധ പ്രബോധനം ഉയർത്തെഴുന്നേറ്റ സ്നാപയോഹനാനാണ് യേശു എന്ന് പ്രചരിപ്പിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ അപകടമല്ലെന്ന് തോന്നുന്ന അബദ്ധ പ്രബോധനങ്ങളെ പോലും യേശു അതീവ ജാഗ്രതയോടും സൂക്ഷ്മ ദൃഷ്ടിയോടും നേരിട്ട് പരാജയപ്പെടുത്തി. നിയമത്തോടും പൂർവിക പാരമ്പര്യങ്ങളോടും തീവ്ര താല്പര്യം പുലർത്തിയിരുന്ന ഫരീസയർ തോറയിൽ അധിഷ്ഠിതമായ ഒരു മതരാഷ്ട്രം സ്വപ്നം കണ്ടിരുന്നു. പുരോഹിതഗണമായിരുന്ന സദൂക്കായരുടെ നിത്യവിരോധികളായിരുന്ന അൽമായ ഗണമായിരുന്നു ഫരീസയർ. നിയമത്തോടുള്ള പ്രതിബദ്ധത മൂലം നിയമജ്ഞരോട് ഫരീസയർ മമത പുലർത്തിയിരുന്നു.
യേശുവിനെ പ്രതിരോധിക്കുന്നതിൽ പലപ്പോഴും നിയമജ്ഞരും ഫരീസയരും ഒരുമിക്കുന്നുണ്ട്. വേർതിരിക്കപ്പെട്ടവർ, വിഭാഗീയർ എന്ന് കരുതി ആന്തരിക വിശുദ്ധിയേക്കാൾ ബാഹ്യ വിശുദ്ധിയിൽ ശ്രദ്ധിക്കുന്ന ഫരീസയർ യേശുവിൻ്റെ ശകാരം ഏറ്റുവാങ്ങുന്നുണ്ട്. ആത്മാക്കളുടെ അമർത്യത, മരിച്ചവരുടെ ഉയിർപ്പ്, അന്തിമവിധി, മാലാഖമാരുടെ അസ്തിത്വം, ചരിത്രത്തിന്മേലുള്ള ദൈവത്തിൻ്റെ അധീശത്വം, ദാവീദ് ഗോത്രജനായ ഒരു മെശിഹായുടെ നേതൃത്വത്തിൽ ദാവീദ് സാമ്രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയും വിശ്വാസവും വെച്ചു പുലർത്തിയിരുന്ന ഫരീസയരുടെ പുളിമാവ് എന്ന അബദ്ധ പ്രബോധനം യേശുവിൻ്റെ ശക്തി സാത്താനിൽ നിന്ന് വരുന്നെന്ന പ്രചരണമായിരുന്നു. പ്രത്യക്ഷത്തിൽ തങ്ങൾക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഫരീസയ പുളിമാവിലടങ്ങിയിരുന്ന അബദ്ധ പ്രബോധനത്തെയും യേശു പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ശിഷ്യരെ സൂക്ഷ്മദൃഷ്ടിയോടെ ഈ അബദ്ധ പ്രബോധനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു. ദൈവാലയങ്ങളും സ്ഥാപനങ്ങളും കുരിശടികളും പണിതുയർത്താൻ സമ്പത്ത് ചെലവിടുന്ന സഭ അബദ്ധ പ്രബോധനങ്ങളെ നേരിടുന്നതിൽ എന്തു ചെയ്യുന്നു എന്നത് അടിയന്തര പ്രാധാന്യമറിയിക്കുന്ന വിഷയമാണ്. അബദ്ധ പ്രബോധനങ്ങളുടെ ആകർഷണീയതയും മധുരിമയും മാധ്യമലോകത്തെ സ്ഥാനവും സംഘടിതമായ നീക്കവും കുട്ടികളുടെ പാഠ്യവിഷയങ്ങളിലും സാഹിത്യലോകത്തും കലാരൂപത്തിലും പരസ്യമേഖലയിൽ പോലുമുള്ള കടന്നുകയറ്റത്തെ നിസ്സാരമായി കാണുന്നത് ഗൗരവാവഹമായ തെറ്റാണ്. ബൈബിളിൻ്റെ അനുരണനങ്ങളുള്ളതും പ്രത്യക്ഷത്തിൽ ക്രൈസ്തവവും എന്നാൽ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധവുമായ അബദ്ധ പ്രബോധനങ്ങൾ നമ്മുടെ ഭവനങ്ങളിലെ നിത്യ അതിഥികളായി മാറാൻ അനുവദിക്കരുത്. അബദ്ധ പ്രബോധനങ്ങൾക്കെതിരെ യേശു നൽകുന്ന മുന്നറിയിപ്പാണ് ഇവിടെ പുളിമാവ് എന്ന പ്രയോഗം. ശിഷ്യന്മാർ ഇത് മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നു. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. ബാക്കി വന്ന അപ്പകഷണങ്ങൾ യാത്രയ്ക്ക് എടുക്കാതിരുന്നതിനെക്കുറിച്ച് യേശു അവരെ കുറ്റപ്പെടുത്തുകയായിരുന്നെന്ന് അവർ തെറ്റിദ്ധരിച്ചു. കൂടെ നടന്നിട്ടും യേശുവിനെ ശരിയായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണം അല്പവിശ്വാസമാണ്. യേശുവിൻ്റെ കൂടെ നടന്നിട്ടും ശിഷ്യർ യേശുവിനെ ശരിയായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണം അല്പവിശ്വാസമാണ്. അപ്പം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിന് മുൻപിൽ അപ്പത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ശിഷ്യർ ചോദിച്ചു വാങ്ങിയ ശകാരമാണ് അല്പവിശ്വാസികളെ എന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളെ 5 തരംതിരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ 5 പ്രഭാഷണങ്ങൾ ദൈവിക പ്രബോധനങ്ങളാണ്. 1 ഗിരിപ്രഭാഷണം, 2 ദൗത്യത്തെക്കുറിച്ചുള്ളത്, 3 ഉപമകളുടേത്, 4 സമൂഹത്തെ സംബന്ധിച്ചുള്ളത്, 5 യുഗാന്ത്യത്തെക്കുറിച്ചുള്ളത്. പ്രബോധനവും അപ്പവുമായി ബന്ധമുണ്ട്. വിശുദ്ധ കുർബാനയുടെ ആരംഭമായ അപ്പം മുറിക്കൽ ശുശ്രൂഷ സത്യവിശ്വാസ പ്രബോധനത്തിൻ്റെ നാഴികയാണ്. വചനം മുറിക്കലിനു ശേഷമാണ് അപ്പം മുറിക്കൽ. വരാനിരിക്കുന്ന ദൈവരാജ്യ വിരുന്നാണ് അപ്പം മുറിക്കൽ. ദൈവരാജ്യ പ്രബോധനവും ദൈവരാജ്യ വിരുന്നും ഒന്നിച്ചു പോകുന്നവയാണ്. അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. യേശു പ്രബോധനങ്ങൾ ജീവൻ്റെ അപ്പമായ യേശുവിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ്. 5000 പേരുടെ 5 അപ്പവും 4000 പേരുടെ 7 അപ്പവും ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്ന യേശു തൻ്റെ ദൈവികത്വത്തെ വെളിപ്പെടുത്തുന്നതോടൊപ്പം ദൈവഭവനത്തിലെ
സത്യപ്രബോധനത്തിലേക്ക് ശിഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സത്യപ്രബോധനം ഓർമ്മപ്പെടുത്തുകയാണ്. യേശു 5 അപ്പം 5000 പേർക്കായി വർദ്ധിപ്പിച്ചപ്പോൾ സാക്ഷികളായത് യഹൂദജനമാണ്. യേശു 7 അപ്പം 4000 പേർക്കായി വർദ്ധിപ്പിച്ചപ്പോൾ സാക്ഷികളായത് വിജാതീയരാണ്. യേശു പ്രബോധനം യഹൂദജനത്തിനും വിജാതീയർക്കും ശിഷ്യർക്കുമുള്ളതാണ്. 12 കുട്ട നിറയെ ശേഖരിച്ച ബാക്കി വന്ന അപ്പക്കഷണങ്ങൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും 12 അപ്പോസ്തലന്മാരാൽ നയിക്കപ്പെടുന്ന പുതിയ ദൈവജനത്തെയും സൂചിപ്പിക്കുന്നു. 7 കുട്ട നിറയെ ശേഖരിച്ച ബാക്കി വന്ന അപ്പക്കഷണങ്ങൾ വിജാതീയ ക്രൈസ്തവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന 7 ഡീക്കന്മാരെ സൂചിപ്പിക്കുന്നു. ദൈവരാജ്യത്തിലെ ഊട്ടുമേശയിലേക്ക് യേശു എല്ലാവരെയും ക്ഷണിക്കുന്നു. സുവിശേഷം സർവ്വജനതയ്ക്കും വേണ്ടിയുള്ള സത്യപ്രബോധനമാണ്. ദൈവരാജ്യ വിരുന്ന് ദൈവരാജ്യ പ്രബോധന വേദിയാണ്. ഭൗമിക അപ്പത്തിൽ നിന്ന് വിഭിന്നമാണ് യേശു ആശീർവദിച്ച് വർദ്ധിപ്പിച്ച അപ്പം. സാധാരണ അപ്പത്തിൻ്റെ പുളിമാവും ഫരീസേയ സദൂക്കായ ഹെറോദേസ് പുളിമാവും തമ്മിൽ വ്യത്യാസമുണ്ട്. അബദ്ധ പ്രബോധനമായ പുളിമാവും ദൈവരാജ്യ വിരുന്നായ അപ്പം വർദ്ധിപ്പിക്കലിലെ ദൈവരാജ്യ സത്യപ്രബോധനവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ദൈവഭവനത്തിലെ ദൈവരാജ്യ ഊട്ടുമേശ ബലിപീഠമാണ്. സഭയിലെ സത്യപ്രബോധനം ബലിപീഠത്തിൽ നിന്ന് വരുന്നു. അത് അപ്പസ്തോലികമാണ്. അത് യേശുവിൻ്റെ തുടർച്ചയാണ്. അത് പരിശുദ്ധാത്മ പ്രബോധനമാണ്. അത് സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലും ദൈവവചനത്തിലും അധിഷ്ഠിതമാണ്. അപ്പം വർദ്ധിപ്പിച്ച യേശുവിൻ്റെ പ്രബോധന അധികാരം യേശുവിൻ്റെ ദൈവത്വമാണ്. അതിന് സ്വർഗത്തിൻ്റെ അംഗീകാരമുദ്രയുണ്ട്. ക്രൈസ്തവ സമൂഹം ഫരീസേയ സദൂക്കായ പുളിമാവിനെ പിന്തള്ളി യേശുവിൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നു. യേശു ശിഷ്യന്മാർ ശക്തമായ യഹൂദ ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്ന സഭയെ സദൂക്കായ ഫരീസേയ പുളിമാവിൽ നിന്ന് സംരക്ഷിക്കേണ്ടവരാണ്. ക്രിസ്തു ശിഷ്യർ എക്കാലവും സത്യപ്രബോധനത്തിൻ്റെ കാവൽക്കാരും ജീവിക്കുന്ന സാക്ഷികളുമാണ്. അബദ്ധ പ്രബോധനങ്ങൾ നമ്മെ വഴിതെറ്റിക്കാതിരിക്കുന്നതിനുള്ള സൂക്ഷ്മത സുവിശേഷം ജീവിക്കുന്നവർ വച്ചു പുലർത്തേണ്ട നിതാന്ത ജാഗ്രതയാണ്. അബദ്ധ പ്രബോധനങ്ങളുടെ പുളിമാവ് സത്യപ്രബോധനങ്ങളെ വിഴുങ്ങിക്കളയാതിരിക്കുന്നതിനുള്ള നിതാന്ത ജാഗ്രത സഭാസമൂഹത്തെ സുരക്ഷിതമാക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ പുനർജനിപ്പിക്കും. അബദ്ധ പ്രബോധനങ്ങളുടെ പുളിമാവ് നമ്മെ പുളിപ്പിച്ച് സത്യപ്രബോധനത്തിൽ നിന്ന് നമ്മെ അകറ്റാതിരിക്കുന്നതിനും വഴിതെറ്റിക്കാതിരിക്കുന്നതിനും എളിമയോടെ നമുക്ക് ദൈവം മുൻപാകെ ജാഗ്രതയുള്ളവരാകാം, പ്രാർത്ഥനാനിരതരാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമീൻ.